സുൽത്താൻപൂർ കോടതിയിൽ അമിത്ഷായ്ക്ക് മാനനഷ്ടമുണ്ടാക്കിയെന്ന ഡെഫമേഷൻ കേസ് ഹിയറിംഗിന് പോയി രാഹുൽ ഗാന്ധി തിരിച്ചു വരുന്ന വഴി സുൽത്താൻപൂരിലെ ലോക്കോ പൈലറ്റുമാർ രാഹുൽ ഗാന്ധിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തണമെന്ന് താല്പര്യപ്പെട്ടു. അവരുടെ ആവശ്യമനുസരിച്ച് സുൽത്താൻപൂരിലെ ലോക്കോ പൈലറ്റുമാരുമായി രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തുന്ന വീഡിയോ മലയാളത്തിൽ ഇതാ. എന്റെ അഭിപ്രായത്തിൽ ഈ 21-ാം നൂറ്റാണ്ടിൽ ലോക്കോ പൈലറ്റുമാർക്ക് AC-യും ടോയ്ലറ്റ് സൗകര്യങ്ങളും നൽകാത്തത് വളരെ തെറ്റായ കാര്യമാണ്. ഇത് അംഗീകരിക്കാനാവില്ല. നിങ്ങൾ ഇത്ര നേരം നിർത്താതെ ട്രെയിൻ ഓടിക്കുന്നു. നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് അതിൻ്റെതായ ഒരു മാന്യത ലഭിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങളാണ് ഇന്ത്യയെ ചലിപ്പിക്കുന്നത്, ഇന്ത്യയെ മൂവ് ചെയ്യുന്നത്. അതിൻ്റെതായ ഒരു ആദരവ് നിങ്ങൾക്ക് ലഭിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിന് വലിയ പണച്ചെലവൊന്നുമില്ല, വലിയൊരു കാര്യമല്ല. പറയൂ, നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? സർ, ആദ്യം താങ്കൾക്ക് കോടിക്കോടി നന്ദി. എന്തു സംഭവിച്ചു? അവർ എന്താണ് ചെയ്തത്? താങ്കൾ ലോക്കോ പൈലറ്റുമാരുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചപ്പോഴാണ് ജനങ്ങൾക്ക് റെയിൽവേയിൽ ലോക്കോ പൈലറ്റ് എന്ന ഒരു വിഭാഗം ഉണ്ടെന്ന് തന്നെ മനസ്സിലായത്. ട്രെയിൻ ഓടിക്കുന്ന ഡ്രൈവർമാരാണ് ലോക്കോ പൈലറ്റ് എന്ന് ജനങ്ങൾക്ക് അപ്പോഴാണ് മനസ്സിലായത്. താങ്കൾ മീഡിയ വഴി ഞങ്ങളുടെ പ്രശ്നങ്ങൾ തുറന്നു കാണിച്ചപ്പോൾ ഞങ്ങൾക്ക് പുതിയ ഒരു ഐഡന്റിറ്റി ലഭിച്ചതിനോടൊപ്പം അത്യാവശ്യ സൗകര്യങ്ങൾ ലഭിക്കേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചു. ട്രെയിനിലെ ഇൻസ്പെക്ടർമാർക്ക് മനസ്സിലായി ഏത് ലോക്കോയിലാണ് AC വർക്ക് ചെയ്യുന്നത്, ഏതൊക്കെ ലോക്കോയിൽ വർക്ക് ചെയ്യുന്നില്ല എന്ന്. അവർക്ക് അധികാരികൾക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷൻ കൊടുക്കേണ്ടത് ആവശ്യകതയായി. അവർ ഈ വിവരങ്ങൾ ഏതെങ്കിലും കമ്മിറ്റിക്ക് സമർപ്പിച്ചു. പക്ഷെ കമ്മിറ്റിയിൽ വലിയ പോരായ്മയുണ്ട്. റെയിൽവേയുടെ മുതിർന്ന ഉദ്യോഗസ്ഥർ മാത്രമാണ് ഈ കമ്മിറ്റിയിലുള്ളത്. ലോക്കോ പൈലറ്റുമാർ ആരുമില്ല. ഞങ്ങളുടെ പ്രശ്നങ്ങൾ പറയുന്നതിന് വേണ്ടി ഞങ്ങളെപ്പോലുള്ള ഒരാളെങ്കിലും ഈ കമ്മിറ്റിയിൽ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. താങ്കൾ ഞങ്ങളുടെ പ്രശ്നങ്ങൾ തുറന്നു കാണിച്ചപ്പോൾ ഈ കമ്മിറ്റി മീറ്റിംഗ് ചേർന്നു. ഞങ്ങളുടെ ഡ്യൂട്ടി സമയത്തിന്മേൽ ചേഞ്ചുകൾ വന്നു. അല്ലായിരുന്നെങ്കിൽ ആരും ചോദിക്കാനും പറയാനുമില്ലാതെ 10-12 മണിക്കൂർ തുടർച്ചയായി ജോലി തുറന്നു പോകേണ്ട അവസ്ഥയായിരുന്നു. താങ്കൾ ഒരു പ്രാവശ്യമെങ്കിലും ഞങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെട്ടതുകൊണ്ട് ഇത്രയ്ക്കെങ്കിലും മാറ്റങ്ങൾ വന്നു. ഉറക്കം വന്നാൽ പോലും ഒരു തെറ്റും സംഭവിക്കാൻ പാടില്ലാത്ത സാഹചര്യമാണ്. എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ വലിയ അപകടമുണ്ടാവും. ഇതുപോലുള്ള സമ്മർദ്ദത്തിൽ ജോലി ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ശരിയായ വിശ്രമം പോലും ലഭിക്കുന്നില്ല. ഞങ്ങൾക്ക് 14 മണിക്കൂർ മാത്രമാണ് വിശ്രമം ലഭിക്കുന്നത്. നൈറ്റ് ഷിഫ്റ്റിന്റെയും ഡേ ഷിഫ്റ്റിന്റെയും ഇടയിൽ സാധാരണ ജോലിക്കാർക്ക് 16 മണിക്കൂർ വിശ്രമം ലഭിക്കുമ്പോൾ ഞങ്ങൾക്ക് 14 മണിക്കൂർ മാത്രമാണ് ലഭിക്കുന്നത്. പുതിയ ജോലിക്കാരെ എടുക്കാത്തതിനാൽ ഞങ്ങൾക്ക് കഠിനമായ ജോലിഭാരമാണ്. രാജ്യത്ത് ഇത്രയധികം ട്രെയിൻ അപകടങ്ങൾ നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാത്തത്? ഈ ട്രെയിൻ അപകടങ്ങൾ നടക്കുന്നു, നിങ്ങൾ ലോക്കോ പൈലറ്റുമാരുടെ മേൽ ഇത്രയധികം ടെൻഷൻ ഉണ്ടാകുന്നു, വലിയ സമ്മർദ്ദത്തിലാണ് ജോലി ചെയ്യുന്നത്, ആവശ്യമായ സൗകര്യങ്ങൾ ഒന്നും നൽകുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണല്ലോ. അങ്ങനെ വരുമ്പോൾ അപകടങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് സമ്മർദ്ദമില്ലാതെ സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള സാഹചര്യം നൽകേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ പ്രശ്നമുണ്ടാകും. അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപകടങ്ങൾ ഉണ്ടാവാം. നിങ്ങളെ അമിതമായി പണിയെടുപ്പിച്ചാൽ AC, ടോയ്ലറ്റ് തുടങ്ങിയ സൗകര്യങ്ങൾ നൽകാതിരുന്നാൽ അപകടങ്ങൾ ഉണ്ടാവും. AC ഉള്ള എഞ്ചിനിലും ഓരോ 3 മാസത്തിലും സർവീസിന് വേണ്ടി അഴിച്ചെടുത്ത് കൊണ്ടുപോയാൽ പിന്നെ തിരിച്ചു വരില്ല. ലോക്കോയിൽ AC ഉണ്ടോ? കുറെ എണ്ണത്തിലുണ്ട്. എത്ര ശതമാനത്തിൽ AC ഉണ്ട്? വർക്ക് ചെയ്യുന്നത് 4-5% മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഈ നിവേദനങ്ങൾ നിങ്ങൾ എനിക്ക് തരൂ. സാർ, ഇപ്പോഴത്തെ സാഹചര്യം ഇങ്ങനെയാണ്. ഞങ്ങൾ എല്ലാവരും ലോക്കോ പൈലറ്റുമാരാണ്. താങ്കളുടെ മേൽ ആരോപണം ഉന്നയിക്കപ്പെട്ടിരുന്നു പുറത്തുനിന്നുള്ള ആൾക്കാരാണ് താങ്കളെ കാണാൻ വന്നതെന്ന്. മീഡിയയിൽ അങ്ങനെ വന്നിരുന്നു. രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയ ലോക്കോ പൈലറ്റുമാർ പുറത്തുനിന്നുള്ളവരാണ് എന്ന്. ഞങ്ങൾ സുൽത്താൻപൂർ ലോക്കോ പൈലറ്റുമാരാണ്, പുറത്തുനിന്നുള്ളവരല്ല. ഇത് എല്ലാ മീഡിയകളും മനസ്സിലാക്കണം. ഇത് 19 ട്രെയിനുകളാണ് ഞങ്ങൾ ഓടിക്കുന്നത്. എന്നാൽ മിനിഞ്ഞാന്ന് അധികാരികൾ ഉത്തരവിട്ടു 1/8/2024 മുതൽ ഈ ട്രെയിനുകൾ ലക്നോ, വാരണാസി, അയോധ്യ എന്നിവിടങ്ങളിലെ ലോക്കോ പൈലറ്റുമാർ കൈകാര്യം ചെയ്യുമെന്ന്. ഞങ്ങളുടെ കുടുംബം സുൽത്താൻപൂരിലാണ്. സുൽത്താൻപൂർ ലോബിയെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് അധികാരികൾ നീക്കം നടത്തുന്നത്. നിങ്ങളുടെ ആവശ്യങ്ങൾ ഞാൻ വേണ്ട തലത്തിൽ ഉന്നയിക്കാം. നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷം.